അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. സുൽത്താൻ ബത്തേരിയിലെ വാഗേരി എന്ന സ്ഥലത്തുള്ള ശിഹാബ് അക്കാദമിയിലെ ജീവനക്കാരനും അവിടുത്തെ മേഖലയുടെ വൈസ് പ്രസിഡന്റായ ജാഫർ ദാരിമി ഉസ്താദിനെ അവിടുത്തെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള മുനീർ എന്ന ലീഗിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മുനീർ എന്ന ആൾ അടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റ് വന്നിരുന്നു. എന്തിനാണ് ഒരാളെ സമ്മതമല്ലാതെ വീഡിയോ എടുക്കുന്നത്, വീഡിയോ എടുത്ത് അടിയിട്ടും അങ്ങനാക്കുന്നൊക്കെ പറഞ്ഞു കണ്ടു. ആ വീഡിയോയിൽ തന്നെ അറിയാം, മുനീർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോ എടുത്തോളി എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് അടിച്ചത്. ആ സ്ഥാപനത്തിൽ CCTV ഉണ്ടെങ്കിൽ ഇതിനൊന്നും പ്രശ്നമല്ല, ആ മൂലം വീഡിയോ എടുക്കൂല. CCTV ഉണ്ടാകുമ്പോൾ ഓൾറെഡി അവിടെ വരുന്ന ആൾക്കാരെ സമ്മതം ചോദിച്ചു കണ്ടല്ലോ CCTVയിൽ പതിയാ. അപ്പൊ പിന്നെ CCTVയിൽ പതിഞ്ഞതിന്റെ പേരിലൊന്നും തർക്കം ഉണ്ടാക്കാൻ പറ്റില്ല. CCTV ഇല്ലാത്തതുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത്. ഏതായാലും അതാണ് മാറ്റി വെക്കുക. ഇന്നലെ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ. ആ സ്ഥാപനം നമുക്കറിയാം, 2009 ആ സ്ഥാപനം അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2016 അവിടെ ഉദവി കോഴ്സ് കൂടി സ്റ്റാർട്ട് ചെയ്ത് ഈ 2026 പൂർത്തിയായി കഴിഞ്ഞ് ഈ ഇതാവുമ്പോഴത്തിന് 10 വർഷം അവിടെ ഉദവി കോഴ്സ് പൂർത്തിയാക്കി കൊണ്ടിരിക്കണം. കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ ഒരു പ്രശ്നങ്ങളും ഒരു പോരായ്മകളും ഇല്ലാതെയാണ് ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോയത്. പേരിന് പോലും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനില്ലേ. പിന്നെ എവിടുന്ന് ഇങ്ങോട്ടാണ് പോരായ്മകൾ ഉണ്ടാക്കാൻ തുടങ്ങിയത്? പോരായ്മകൾ ഉണ്ടാക്കിയേക്കാണ്. ആര്, എങ്ങനെ, എവിടുന്ന് മുതൽ? നമുക്കറിയാം, ബഹുമാനപ്പെട്ട സമസ്തയും അതിന്റെ നേതാക്കളും CICയും അതിന്റെ വാഫിയ സംവിധാനങ്ങളെ കുറിച്ച് അതിന്റെ പോക്ക് തെറ്റാണ് എന്ന് കൃത്യമായി പഠിച്ചു ബോധ്യപ്പെടുത്തിയതിനു ശേഷം അതിനെതിരെ ശക്തമായ നടപടിയെടുത്തു. CICയും സമസ്തയും യാതൊരു വിധ ബന്ധമില്ല കാര്യം കൃത്യമായി പല ആവർത്തി പ്രഖ്യാപിച്ചു. നമുക്കറിയാലോ, ആ ഒരു CICയെ മാറ്റി നിർത്താനുണ്ടായ അതേ കാരണം പോറുന്ന കുറച്ച് ഉദവികൾ, എല്ലാ ഉദവികളല്ല, തലച്ചോറ് നായി നക്കിയ കുറച്ച് ഉദവികള് അന്ന് മുതൽ കൃത്യമായി ഈ സ്ഥാപനത്തിന് പൂട്ടിക്കെട്ടാലെ പണിയെടുത്തു. അവിടെ 200 ചില്ലാനും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം. അവിടുത്തെ കുട്ടികളെ വീട്ടിൽ വിളിച്ചു കാണ്ട് അങ്ങനെയാണ് ആനയാണ് ചേനയെന്ന് പറഞ്ഞ രക്ഷിതാക്കളെ ഒസുവാസാക്കി പേടിപ്പെടുത്തി. നല്ലേൽക്ക് പോണ ഒരു സ്ഥാപനത്തിനെതിരെ ഒരു തിരുത്ത് പറഞ്ഞൊരു പരിപാടിയൊക്കെ നടത്തിനല്ലോ. ആ തിരുത്തും ആ ഒരു കൊരുത്തും ആ ഒരു ഒരുത്തൊക്കെ പാടെ കൂടിക്കാണ്ട് അവിടെ പഠിച്ച കുട്ടികളെ ഒസ്വാസാക്കി. ആ ഒസ്വാസാക്കുന്ന കൂട്ടത്തിൽ കുറച്ച് SMFന്റെ കുറച്ച് ആളുകൾ കൂടി. നമ്മക്കറിയാം, ഇപ്രാവശ്യം നമ്മളെ നാടുകളിലൊക്കെ നിലവിൽ വന്ന SMFന്റെ കമ്മിറ്റി 75% ആ നാട്ടിലത്തെ സമസ്തന്റെ പോഷക ഘടകങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയെടുത്തതല്ല. കുറച്ച് തൽപര കക്ഷികളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ഇപ്രാവശ്യത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും SMF കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത്. അതിനൊക്കെ നമ്മുടെ നാട്ടിൽ കൃത്യമായ തെളിവുകളുണ്ട്. കൃത്യമായി പങ്കെടുക്കേണ്ട ഭാരവാഹികളെ പോലും അറിയിക്കാതെ രഹസ്യമായി അവർക്ക് ചേർത്തേണ്ട ആളുകൾക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുത്തു കണ്ടാണല്ലോ SMF രൂപത്തിൽ വന്നത്. അതിനൊന്നും ആ ഒരു ചർച്ചയ്ക്ക് ഇപ്പൊ നിൽക്കണില്ല, പിന്നീട് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ആ ആളുകൾ കൂടിക്കാണ്ട് ഈ ഒരു സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി കൃത്യമായി പണിയെടുത്തു. അതിന്റെ പേരിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ മനസ്സിൽ ഒസ്വാസം ഉണ്ടാക്കി തിരുത്തുന്നൊക്കെ പറഞ്ഞുകാണ്ട് അവിടെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ വീട്ടിൽ കുളിച്ചു കണ്ട് ഒസ്വാസം ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ സ്ഥാപനത്തിനെ ഓരങ്ങട്ട് നായ്ക്കും നരിക്കും അല്ലാത്ത കോലത്തിലാക്കിയത്. അവിടെ പഠിച്ചിന് ഒരുപാട് കുട്ടികളെ അവിടുത്തെ സമസ്തയോട് കൂറുള്ള അധ്യാപകർ എന്ത് കാട്ടി, നന്ദി ദാറുസലാമിലേക്കും അതുപോലെ SNEസിലെ പുതിയ സംസ്ഥയിലെ സ്ഥാപനങ്ങളിലേക്കൊക്കെ പറഞ്ഞു വെച്ചു. കുറച്ചാളുകൾ ദാറുദയുടെ മാനേജ്മെന്റിനെ വിളിച്ചുകാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് കുറച്ച് ആൾക്കാർ അങ്ങോട്ടും എങ്ങോട്ടാണ് ചെയ്യുന്നത് അതും തീരുമാനമാക്കി കൊടുത്തു. ഏതായാലും ഇങ്ങനെ നല്ലേക്ക് പോയിരുന്നൊരു സ്ഥാപനം പൂട്ടിക്കെട്ടാൻ വേണ്ടി പണിയെടുത്ത ആൾക്കാർ ഇപ്പോഴും നല്ല ആൾക്കാർ, അതിനുവേണ്ടി രാവും പകലും കഠിനമായി പരിശ്രമിച്ചതിനെ പ്രവർത്തകര്, പാവപ്പെട്ട ജാഫർ ദാരിമിനെ പോലത്തെ ഉസ്താദ്മാര് മോശക്കാരും ബാക്കിയുള്ളവര് പുണ്യാളന്മാരും. ഇതൊക്കെ എവിടുത്തെ രീതിയാണ് ചങ്ങായിമാരെ? ഞാൻ ആ കാര്യം പറഞ്ഞപ്പോ ഞാനതിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ലീഗിനെ അങ്ങോട്ടാക്കി ലീഗിനെ ഇങ്ങോട്ടാക്കിയാണ്ട് ഞാൻ ലീഗ് എന്ന പാർട്ടിനല്ല, ലീഗ് എന്ന പാർട്ടി ഉൾക്കൊള്ളുന്ന ഒരു നേതാവിനെയാണ് ഞാനതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ ചങ്ങായിമാരങ്ങൾ കുതൂഹലം ഉണ്ടാക്കാൻ പോണത്? അറിയില്ല നിങ്ങളെ കഥ.